ഞാനിന്നവിടെ വന്നിരിക്കുന്നത് എൻ്റെ മരണം വഴിയായിട്ടാണ്. അയാൾ എനിക്കൊരു 3-4 വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരിക്കലും ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട്. അവരാണ് RSSകാർ. മെൻ്റലി, ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൻ. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും കൂട്ടാളികളും അഭിമാനത്തോടെ പ്രദർശിപ്പിക്കുന്ന 100ാം വാർഷികം ആഘോഷിക്കുന്ന സംഘടനയെ പറ്റിയാണ് പറയാനുള്ളത്. രാജ്യത്തെ വർഗീയ കലാപങ്ങളിൽ ഈ സംഘടനയുടെ പങ്ക് ജുഡീഷ്യൽ കമ്മീഷനുകൾ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ നിഷ്കളങ്കനായ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടമായതിന് ഇവർ പ്രതിക്കൂട്ടിലാണ്. അനന്തുവജി എന്ന 26-കാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്റെ മരണമൊഴി ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോയിലാകെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: RSS എന്ന അതിപൈശാചികമായ സംഘടനയെക്കുറിച്ച്. തനിക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ തന്നെ RSS ശാഖയിൽ വെച്ച് നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു എന്നാണ് അയാൾ പറയുന്നത്. RSSന് ആരോപണം എന്ന വീക്ഷണത്തിൽ നിന്ന് മാറ്റി ഒരു മനുഷ്യന്റെ വീക്ഷണത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാൾ തന്റെ 26ാം വയസ്സിൽ വന്ന് പറയുകയാണ് 4 വയസ്സുള്ളപ്പോൾ താൻ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന്. പലതരം മാനസിക പ്രശ്നങ്ങളിൽപ്പെട്ട് ഉറക്കമില്ലാതെ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, OCDയും വിഷാദവും താങ്ങാൻ കഴിയാതെ അയാൾ വൈദ്യസഹായം തേടിയപ്പോഴേ മാത്രമാണ് തന്നെ ഇത്രയും ചെറിയ പ്രായം മുതൽ അവർ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. അതും ഒരു തവണയല്ല, പലതവണ. ഒരാളല്ല, പല ആളുകൾ. ഇവരിൽ പല ആളുകളും അപരിചിതരാണ്. ഒരാളെ നന്നായി അറിയാം. RSS നേതാവായ അയാളുടെ പേരും അനന്തു രേഖപ്പെടുത്തിയിട്ടുണ്ട്. RSSന്റെ ക്യാമ്പിൽ വെച്ച് തനിക്ക് മാത്രമല്ല നിരവധി ആളുകൾക്ക് ഇതുപോലെയുള്ള പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും പലരും അത് പറയാൻ മടിക്കുന്നതാണെന്നും അനന്തു പറയുന്നു. ഒരിക്കലും ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട്. അവരാണ് RSSകാർ, നമ്മുടെ സോക്കോൾഡ് സംഘീസ്. അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര മോശം, ഭയങ്കര ടോർച്ചറാണ്. ഇറ്റ്സ് ലൈക്ക് അവരുടെ ITC ക്യാമ്പ്, OTC ക്യാമ്പ് രണ്ടും പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മെന്റലി, ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൻ. കുട്ടികളെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും പീഡിപ്പിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്നും ആരും ഒരിക്കലും ഒരു RSSകാരനുമായി ഇടപഴകരുതെന്നും അനന്തു പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞ് അയാൾ ജീവൻ ഒടുക്കുന്നു. ഒരാൾക്ക് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോലും കാരണമാകുന്ന ഒരു സംഘടന, അയാളെ പലതരം മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഗതികെട്ട ഒരു ജീവിതത്തിലേക്ക് തള്ളിവിട്ട ഒരു സംഘടന. ഇതേ സംഘടനയിൽ പ്രവർത്തിച്ചതിന് ജീവിതത്തിലെ ഒരു അഭിമാനമായി കാണുന്ന പ്രധാനമന്ത്രിയുള്ള രാജ്യത്താണ് ഇയാൾ ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്യുന്നത്. കുറുവടിയുമായി അമ്പലമുറ്റത്ത് നിന്ന് കസർത്ത് കാണിക്കുന്ന തമാശക്കാരല്ല RSS. അത് ഭയപ്പെടേണ്ട ഒരു കൂട്ടം ആളുകളാണ്. RSSന്റെ വലിയ പദവികൾ വഹിച്ചിരുന്ന സുധീഷ് മിന്നി RSS വിട്ട ശേഷം നരകസാഗരത്തിലെ ഉള്ളറകൾ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. RSSന്റെ ക്രൂരതകളും നെറിയില്ലായ്മകളും വരച്ചു കാട്ടുന്ന ഒരു പുസ്തകം. RSS എന്ന സംഘടനയെ സ്വന്തം പ്രവർത്തകർ പോലും ഭയക്കുന്നു എന്നാണ് ലോകം മനസ്സിലാക്കുന്നത്. സന്തോഷത്തോടെയും രാഷ്ട്രീയ ബോധത്തോടെയും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് മിക്കവാറും ആൾക്കാർ. എന്നാൽ RSSകാർ മനസ്സില്ലാ മനസ്സോടെ അവിടെ തുടരുന്നത് ഭീഷണി കൊണ്ടാണ്, ജീവഭയം കൊണ്ടാണ്. RSSന്റെയും BJPയുടെയും പ്രധാന നേതാക്കളുടെ മക്കളൊന്നും എന്തുകൊണ്ട് RSS ശാഖയിലെ പ്രമുഖരാകുന്നില്ല? മന്ത്രിമാരുടെ മക്കൾ മന്ത്രിമാർ എന്ന ഉത്തരേന്ത്യൻ നയമല്ലാതെ എന്തുകൊണ്ട് BJPക്കാർക്ക് സ്വന്തം മക്കളെ ശാഖയിലെ പ്രവർത്തകരാക്കാൻ തോന്നുന്നില്ല? അവിടെ നടക്കുന്ന ക്രൂരതകളും അവർ കൂടെ ഭാഗമായ നീചമായ പ്രവൃത്തികളും അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരാൾ പച്ചയായി തൻ്റെ മരണത്തിന് കാരണം ഈ വർഗീയ സംഘടനയാണെന്ന് പറഞ്ഞിട്ട് ജീവൻ ഒടുക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ പൗരരുടെ ജീവന് ഈ വർഗീയ സംഘടനയേക്കാൾ വിലയുണ്ടെങ്കിൽ ഇനിയും അനവധി കുഞ്ഞുങ്ങൾ ട്രോമയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ജനങ്ങൾ ഇവരിൽ നിന്ന് കഴിയുന്നത്ര അകന്നു നിൽക്കണം.